ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ മോഹിനി വേണ്ടുന്നതും വേണ്ടാത്തതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മഹേശ്വരനോട് പറയുകയാണ്. ഏതായാലും മഹേശ്വരൻ ഇതൊക്കെ കേട്ടിട്ടും വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. കാരണം മഹേശ്വരനും ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, കുഞ്ഞിന്റെ ജീവിതത്തിനും ജീവനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ മോഹിനി അങ്ങനെയല്ല. ഇനി വീട്ടില് ഒരു കുഞ്ഞ് വരാൻ പോവുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ, അതായത് നമ്മുടെ കുടുംബത്തിന്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് വരാൻ പോകുമ്പോഴത്തേക്കും ഈ അനാഥ കുഞ്ഞിനെ നോക്കി, അതുമല്ല നമ്മുടെ സമയം കളയേണ്ട കാര്യമുണ്ടോ, എല്ലാവരും പവിത്രയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ്, അതുമല്ല നമ്മുടെ നന്ദ ഒരിക്കലും വരാൻ പാടില്ല, നന്ദ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കുടുംബം കുട്ടിച്ചോറാക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നന്ദ വരുന്നത്. അപ്പൊ നന്ദ വന്നതും ഇതൊന്നും കേൾക്കണില്ല കേട്ടോ. നന്ദ പെട്ടെന്ന് ഇവരെ കണ്ട ആ ഒരു സന്തോഷമുണ്ടല്ലോ, ഇത്ര നാളുകൾക്ക് ശേഷം കണ്ട ആ ഒരു സന്തോഷത്തോടു കൂടി ഓടി വരിക. അപ്പൊ നമ്മുടെ മഹേശ്വരനാണെങ്കിലും അതെ, നന്ദേനെ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഒത്തിരി നാളായല്ലോ മരിച്ച ഒരാള് ജീവിച്ചിരിപ്പുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തോടു കൂടി മോളെ നന്ദ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. നമ്മുടെ നന്ദ ഓടി വന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞ് വലിയ സ്നേഹത്തോടു കൂടി ഇങ്ങനെ വിളിക്കുന്നു. അപ്പോഴത്തേക്കാണ് അച്ഛൻ, ഏതച്ഛൻ, നീ എന്താ അച്ഛന്നൊക്കെ വിളിക്കുന്നതെന്ന് ചോദിക്കാം മോഹിനി. അപ്പോഴത്തേക്ക് ഇതൊന്നും കാര്യമാക്കുന്നില്ല കേട്ടോ നമ്മുടെ നന്ദ മോഹിനിനെ ശ്രദ്ധിക്കുന്നതില്ല. അച്ഛന്ന് പറഞ്ഞ് കാലെ തൊഴുത് അനുഗ്രഹം മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അച്ഛ അമ്മ എന്തിയെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മ ചത്തു എന്നിങ്ങനെ മോഹിനി പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് അങ്ങ് വല്ലാണ്ടായിപ്പോ. അപ്പൊ നന്ദ പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇളയമ്മേ? ഇളയമ്മയോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അല്ല, ഞാനിപ്പം മരിച്ചു പോയി എന്നറിഞ്ഞപ്പം ഇളയമ്മയ്ക്ക് സന്തോഷമായിരുന്നു, ഞാൻ ജീവിച്ചിരുന്നെന്ന് അറിഞ്ഞപ്പം ഇളയമ്മ സങ്കടപ്പെടുകയാണോ? അല്ല, ഇതിപ്പോ സന്തോഷിക്കേണ്ട സമയമല്ലേ? മരിച്ചുപോയ ഒരാള് മുന്നിൽ വന്നിങ്ങനെ ജീവനോടെ നിൽക്കാന്ന് പറയുമ്പോൾ സന്തോഷിക്കേണ്ട സമയമല്ലേ എന്ന് ചോദിക്കുമ്പോ, പിന്നെ ആശുപത്രിയിലാണല്ലോ സന്തോഷിക്കേണ്ട സമയം, ഇത് പറ്റിയ സമയ, ഹോസ്പിറ്റലല്ലേ സന്തോഷിക്കേണ്ടത്. എന്താ നീ സന്തോഷിക്കാൻ വന്നാണോ ഇങ്ങോട്ടേക്ക്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ സന്തോഷിക്കാൻ തന്നെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത്. എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നത് എന്നിങ്ങനെ ചോദ്യം ചെയ്യാണ് നമ്മുടെ മോഹിനി. അപ്പോഴത്തേക്കും ഗൗതം ഈ കാഴ്ച കണ്ടു. ഗൗതമിന് സഹിക്കുമോ? ഗൗതം ഇങ്ങ് വന്നിട്ട്, നീ ആരോട് ചോദിച്ചിട്ടാടി ഇങ്ങോട്ടേക്ക് കയറി വന്നത്? നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് കയറി വന്നത്? നിന്നെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിച്ചോ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം ഉയർന്നു കേൾക്കുന്നു. അതെ, ഞാൻ വിളിച്ചിട്ടാ നന്ദ വന്നത് എന്ന്. ഏതായാലും ഈ ശബ്ദം വേറെ ആരുടെ അല്ല, നമ്മുടെ പിങ്കിയുടെ ആയിരുന്നു. ഏതായാലും പിങ്കി ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഗൗതമിനോട് പറഞ്ഞു, നിർത്ത് ഗൗതം, മതി, ഞാൻ വിളിച്ചിട്ടാണ് നന്ദ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടറായിട്ട്. അതുകൊണ്ട് തന്നെ ആരും ഇതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഡോക്ടർ പറഞ്ഞത് ഓർക്കണുണ്ടല്ലോ, അവന്റെ മാനസിക പ്രശ്നമാണ് ഇപ്പം ഈ രോഗത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അവന്റെ മനസ്സിന് സന്തോഷം കൊടുക്കുക, ആ സന്തോഷം കൊടുക്കാനാ ഞാൻ നന്ദേനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു, പറ്റില്ല, ഇതിവിടെ പറ്റില്ല പറ്റില്ല പറ്റില്ല. നീ ആരോട് ചോദിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്? അത് ഞാൻ നടത്തി തരില്ല. എൻ്റെ കുഞ്ഞിനെ ഇവള് ചികിത്സിക്കണ്ട. അവനെ ഞാൻ അമേരിക്കയിലോ ലണ്ടനിലോ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി ചികിത്സിച്ചോളാം. ഇവളുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. നന്ദ ഒരു അക്ഷരം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ പിങ്കി ആവുന്ന തരത്തിൽ പറയുന്നുണ്ട്, ഗൗതം ഒന്ന് മനസ്സിലാക്ക. ഗൗതം അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഗൗതം എന്ത് ചെയ്തു? ഗൗതം ഇത്രയും പറഞ്ഞിട്ട് കയറിപ്പോയി. നന്ദയുടെ അഭിമാനം സമ്മതിക്കൂ? നന്ദ പറഞ്ഞു, ഓക്കെ, ഞാൻ പോവുക. ഞാൻ പിങ്കി, നീ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അത് ആ കുഞ്ഞിനെ ഉദ്ദേശിച്ച് മാത്രം, ഒരു ജീവനാണല്ലോ എന്നുദ്ദേശിച്ച് മാത്രം. ഒരു ഡോക്ടറിന്റെ എത്തിക്സ് അതെന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് മാത്രം. ഇനി ഏതായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, മതി, ഞാൻ പോവുക എന്ന് പറയുമ്പോൾ മോഹിനി പറഞ്ഞു, അത് തന്നെയാ നല്ലത്. എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നുള്ള സമാധാനം കൂടെ കളയുന്നത്? അതുകൊണ്ട് പോകാൻ നോക്കാൻ പറഞ്ഞു. മോഹിനി പറയുന്നതൊന്നും കാര്യമാക്കുന്നില്ല, മോഹിനിയോട് ഒരു തർക്കുത്തരവും പറയുന്നുമില്ല. നമ്മുടെ നന്ദ അങ്ങ് പോവുകയാണ്. നന്ദ പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ പിങ്കി ഗൗതമിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങളുടെ ഒരു അച്ഛനാണോ? നിങ്ങളുടെ ഈഗോയാ നിങ്ങൾക്ക് വലുത്, നിങ്ങളുടെ കുട്ടിയല്ല നിങ്ങൾക്ക് വലുത്. കുട്ടിയാ വലുതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഈഗോ വെച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു. നിങ്ങൾ എന്ത് പരിപാടിയാ കാണിക്കുന്നത്? നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളൊരു കുഞ്ഞിന്റെ ജീവൻ വെച്ചല്ലേ കളിക്കുന്നത്? എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. ഞാൻ എൻ്റെ അഭിമാനമൊക്കെ മറന്ന് നന്ദയുടെ കാല് പിടിച്ചിട്ട് പോയ ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നത്.
കുഞ്ഞിനെയല്ല, സോറി, നന്ദേനെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് എന്നിട്ട് എന്താ, നിങ്ങൾ പറഞ്ഞയച്ചില്ലേ, നിങ്ങൾക്ക് ഇത് വെറും നിസ്സാരമാണ്, നിങ്ങൾക്ക് ഇതൊരു കുട്ടിക്കളിയാ, നിങ്ങളുടെ സ്വാർത്ഥത, നിങ്ങൾ ജയിക്കണം എന്നൊരു ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ, നിങ്ങളുടെ മകന്റെ അസുഖം ഭേദമാകണമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല. ഗൗതമിനെ എനിക്ക് കാണണ്ട, ലണ്ടനിൽ കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുന്ന എന്താ ഇത്ര ഉറപ്പിരിക്കുന്നത്? ഡോക്ടർ പറഞ്ഞതല്ലേ, അവൻ്റെ ആത്മവിശ്വാസം, അവൻ്റെ ശാരീരികവും മാനസികവുമായുള്ള ആ വെല്ലുവിളികളെ നമ്മൾ ഏറ്റെടുത്തല്ലേ പറ്റുകയുള്ളൂ. അവൻ്റെ മാനസികതയെ നമ്മൾ മനസ്സിലാക്കണം. അവന് ഡോക്ടറാൻറ്റി വേണമെങ്കിൽ ഡോക്ടറാൻറ്റി വേണം, അത് നമ്മൾ കൊണ്ടു കൊടുക്കണം. നന്ദ വരാൻ വില്ലിങ്ങായി, നന്ദ വന്നു, എന്നിട്ട് എന്താ ഗൗതം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൗതം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. നന്ദേനെ ഒരിക്കലും, നന്ദ നിർമ്മലിന്റെ ഭാര്യ ആയി കഴിഞ്ഞിരിക്കുന്നു, അവർക്കൊരു കുഞ്ഞുണ്ടെന്ന് ഓർത്തിട്ടാണ് ഈ കിടന്നുള്ള ടെൻഷൻ മുഴുവനും. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ പിങ്കി കുഞ്ഞിന്റെ അടുത്തേക്ക് കയറി ചെല്ലാണ് റൂമിലേക്ക്. അപ്പൊ കുഞ്ഞാണെങ്കിൽ ഡോക്ടറാൻറ്റി വന്നോ അമ്മയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ മോനെ ആ കാര്യം വിട്, മോന് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഡോക്ടറാൻറ്റിനെ കാണണം എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ കട്ടിലേന്ന് എണീറ്റ് താഴെ വീഴാണ് കുട്ടി. ഓടി വന്ന് പിങ്കി എടുത്ത്, എന്താ മോനെ ഈ കാണിക്കുന്നത്? ഞാൻ ഡോക്ടറാൻറ്റിയുടെ സ്വരം കേട്ടതാ, എന്നിട്ട് ഡോക്ടറാൻറ്റിനെ എന്നെ കാണിച്ചില്ലല്ലോ, എനിക്ക് ഡോക്ടറാൻറ്റിനെ കാണണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്. അപ്പൊ ഡോക്ടറും ഗൗതം ഈ സമയത്ത് കയറി വന്നിട്ട് ഡോക്ടർ ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു, അത് പിന്നെ മോനൊന്ന് വീണെന്ന് പറഞ്ഞു. ആ സമയത്ത് കൊച്ചൊന്ന് വീണായിരുന്നേ, കൊച്ചൊന്ന് തെന്നിപ്പോയായിരുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അല്ല, കുട്ടി എന്തിനാ ഇപ്പൊ ഇവിടെ നിന്ന് എണീറ്റത്? അത് പിന്നെ ഞാൻ ഡോക്ടറാൻറ്റിനെ കാണാൻ വേണ്ടി എണീറ്റതാ. അല്ല മോന്റെ ഡോക്ടറാൻറ്റി വന്നോ? വന്നു എന്റെ ഡോക്ടറാൻറ്റി വന്നിട്ടേ ഈ പപ്പ ഡോക്ടറാൻറ്റിനെ വഴക്ക് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് നമ്മുടെ ഗൗതമിനെ നോക്കിയിട്ട്, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? നിങ്ങളുടെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് നിങ്ങൾക്കില്ലേ? നിങ്ങളുടെ മനസ്സിൽ എന്താണ്? അത് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട് സാർ എന്ന് പറഞ്ഞപ്പം, എന്ത് ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും ഈ കുഞ്ഞാണോ നിങ്ങൾക്ക് വലുത്? ഓരോരുത്തർക്ക് ഓരോ മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലി പ്രശ്നമൊക്കെ മാറ്റി വെച്ചിട്ട് ആ കുഞ്ഞിനെ ഒന്ന് കാണിക്കാൻ ആ ഡോക്ടറിനെ കൊണ്ടുവന്നുകൂടാ? ആ ഡോക്ടർ വന്നിട്ട് പോലും എന്തിന് ആ ഡോക്ടറിനെ പറഞ്ഞു വിട്ടു എന്ന് ചോദിച്ചു ഡോക്ടർ വഴക്ക് പറഞ്ഞിട്ട്, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി. ഈ സമയത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ ഗൗതം അങ്ങോട്ട് വിഷമിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ നന്ദ പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ ഗൗതമിനോട് പറയുകയാണ്, നമുക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് പോകാം, ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അപ്പൊ ഗൗതം പറയാണ്, നിങ്ങൾ വെറുതെ വെയിൽ കൊള്ളണ്ട, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഓട്ടോ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നിർമ്മൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ നിർമ്മൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗരിമോള് ചോദിക്കുകയാണ്, എന്താ അമ്മേ എനിക്ക് നന്ദുമോനെ കാണാൻ പറ്റാത്തത്? ഞാൻ നന്ദുമോനെ ഒന്ന് പോയി കണ്ടോട്ടെ അമ്മേ, ഞാൻ ഇവിടെ വരെ വന്നതല്ലേ അമ്മേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദ പറഞ്ഞു, വേണ്ട, ഇനി നമുക്ക് നന്ദുമോനെ കാണേണ്ട കാര്യമില്ല, മോള് കേട്ടതല്ലേ നന്ദുമോന്റെ അപ്പ വഴക്ക് പറയുന്നത്? അല്ല, ആന്റി കൂട്ടിക്കൊണ്ട് വന്നല്ലേ നമ്മളെ, അപ്പൊ നന്ദുമോനെ കാണത്തില്ലേ? വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ കുഞ്ഞിനെ പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളിച്ചിട്ട്, അതെ ഗൗരിമോളെ, നന്ദുമോനെ കാണണോ, ബാ എന്ന് പറയാണ്. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ നമ്മുടെ ഗൗതമാണ്. അപ്പൊ പെട്ടെന്ന് ഗൗരിമോള് ഓടി ചെന്നിട്ട്, അങ്കിൾ എന്റെ നന്ദുമോനെ എന്നെ കാണിക്കുവോ? അതിനിപ്പോ എന്താ, കാണിക്കാലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ നന്ദയ്ക്ക് ദേഷ്യം വന്നു. നന്ദ പറഞ്ഞു, അതെ, നിങ്ങളുടെ കളിപ്പാവയല്ല ഞാൻ, നിങ്ങൾ പറയുമ്പോൾ കാണാനും നിങ്ങൾ പറയുമ്പോൾ കാണാതിരിക്കാനും. ഞാനിവിടെ വന്നത് നിങ്ങളോടുള്ള ഒന്നും ബന്ധം പുലർത്താനോ നിങ്ങളോടുള്ള ബന്ധം കൊണ്ടൊന്നുമല്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ എത്തിക്സ് എനിക്ക് ചെയ്തേ പറ്റൂ. അതുമാത്രമല്ല, ആ കുഞ്ഞിൻ്റെ ജീവനും ജീവിതവും അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങളൊരു അച്ഛനാണോ? നിങ്ങൾക്കൊരു അച്ഛനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു? ഒരു കുഞ്ഞിനെ വെച്ചിട്ടാണോ നിങ്ങൾ ഈ കളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദി അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു, പ്ലീസ്, ഞാൻ ഒരു തെറ്റ് ചെയ്തു, എൻ്റെ മോനെ ഒന്ന് ട്രീറ്റ്മെന്റ് നടത്തണം, ഏറ്റെടുക്കണം എന്ന് കൈകൂപ്പി നിന്നപ്പം, ഇല്ല, പറ്റില്ലെന്നാ പറഞ്ഞത്. ഈ നന്ദയ്ക്ക് അതിനും പറ്റില്ല. നിങ്ങളുടെ മോന്റെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്കറിയാമായിരിക്കാം, പക്ഷേ അത് നിങ്ങൾ എടുത്തോ, നിങ്ങളുടെ മോനാണ്, നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഗൗതം പറയുക, നന്ദയ്ക്ക് തെറ്റിയെന്ന് പറഞ്ഞു. എന്ത് തെറ്റിയെന്ന്? അത് പിന്നെ എനിക്ക് നന്ദയോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്, മോളെ ഒന്ന് മാറ്റി നിർത്തുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, കുറച്ചു നേരം മാത്രം, മോൾ അപ്പുറത്തേക്കൊന്ന് മാറിപ്പോക്കേന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ഗൗതം പറയാണ്, ഇപ്പോഴ് ചോദിച്ചില്ലേ എൻ്റെ മോൻ്റെ തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുമോ, എനിക്ക് അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? എൻ്റെ മോൻ്റെ തീരുമാനം എടുക്കാൻ എനിക്ക് അവകാശമൊക്കെ ഉണ്ട്, അവൻ എൻ്റെ മോൻ തന്നെയാണ്. പക്ഷെ നന്ദ അറിയാത്ത വേറൊരു കാര്യമുണ്ട്, അവൻ എൻ്റെ മോനാണെങ്കിലും അവനൊരു അനാഥ കുഞ്ഞാണ്. അവനെ ചെറുതിലെ ഞാൻ എടുത്തു വളർത്തിയതാ. നമ്മുടെ അഭിമന്യു നഷ്ടമായ എൻ്റെ സമനില തെറ്റി. ആ സമയത്ത്
എന്നെ ആശ്വസിപ്പിക്കാനും എന്നെ സന്തോഷിപ്പിക്കാനും ഇവന് മാത്രമാണ് കഴിഞ്ഞത്. അതിൽ നിന്നും ഒരുപാട് മാറ്റം വരുത്താനൊക്കെ ഇവനെ കൊണ്ടാണ് സാധിച്ചത്. എൻ്റെയും പിങ്കിയുടെയും മോനായിട്ട് ഇപ്പം ഇവൻ വളരുക. അവനറിയില്ല ഞങ്ങൾ അവൻ്റെ ആരും അല്ല എന്ന്. പക്ഷേ ഞങ്ങൾ ഇതുവരെ അറിയിച്ചിട്ടുമില്ല. എൻ്റെ ഈ ഒരു അവസ്ഥയിൽ പിങ്കി എന്നോടൊപ്പം നിന്നു. അവൻ്റെ അമ്മയായി അവനെ വളർത്തി. സ്വന്തം അമ്മയായിട്ടും സ്വന്തം അമ്മ കൊടുക്കുന്നേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്തു. ഇതൊക്കെയാണ്. ഇനിയിപ്പം നന്ദയ്ക്ക് പോകണമെങ്കിൽ പോകാം, ഞാൻ തടസ്സമാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് ഒരു കുലുക്കം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും കേട്ടപ്പോൾ ഒരു അതിശയം തോന്നി, എന്നാലും കുലുക്കമൊന്നും വന്നില്ല. അപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു, എനിക്ക് മനസ്സിലായി നന്ദയുടെ സ്വഭാവം മാറ്റാൻ നന്ദ തയ്യാറല്ല, തീരുമാനം മാറ്റാൻ തയ്യാറല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നന്ദയ്ക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാന്ന് പറഞ്ഞപ്പം ഗൗതം സാർ തെറ്റിപ്പോയി. ഗൗതം സാറിന് ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ല, പണ്ടും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ നിർമ്മൽ വരികയാണ്. അപ്പം നിർമ്മൽ വന്ന ഉടനെ നമ്മുടെ നന്ദ പറഞ്ഞു, അത് പിന്നെ നിർമ്മൽ തീരുമാനങ്ങൾക്ക് കുറച്ച് മാറ്റമുണ്ട്, ആ ഓട്ടോ പറഞ്ഞു വിട്ടേരെ, നമുക്ക് ഏതായാലും 2 ആഴ്ച ഇവിടെ തുടരേണ്ടി വരും, ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർമ്മൽ ചോദിച്ചു, സത്യമാണോ, ഏതായാലും നല്ല തീരുമാനമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, എങ്കിൽ പിന്നെ ശാന്തിപുരത്തെ ഹോസ്പിറ്റലിൽ ഇത്ര ദിവസത്തേക്ക് ലീവൊക്കെ എഴുതി കൊടുത്തേരെ, എല്ലാം സെറ്റ് ആക്കണമെന്ന് പറഞ്ഞ് ഫോണിൽ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നു. ഇവർ സംസാരിക്കുന്നു, നമ്മുടെ ഗൗതം മാറി നിന്ന് ഇവർ സംസാരിക്കുന്നത് നോക്കുന്നു. സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഗൗതമിന് നന്ദ നിർമ്മലിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഒന്നും. എങ്കിലും കുഞ്ഞിന് വേണ്ടി സഹിച്ചല്ലേ പറ്റൂ, ഈ കാഴ്ച കണ്ടല്ലേ പറ്റൂ എന്നോർത്ത് തന്നെ നമ്മുടെ ഗൗതം അങ്ങ് മാറിപ്പോവുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ പിങ്കി അകത്തുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മോഹിനി അകത്തുണ്ട്. അപ്പൊ മോഹിനിയും പിങ്കിനെ ഇങ്ങനെ മോഹിനി ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്തിന്റെ സൂക്കേടാ പെങ്കൊച്ചെ, നിന്റെ ജീവിതം തന്നെയല്ലേ നീ തകർക്കാൻ പോകുന്നത്, എന്തിനാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു അമ്മയായതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. എനിക്കിപ്പോൾ വേറെ ആരുടെയും ജീവിതവും ഒന്നും അല്ല, എൻ്റെ മകൻ്റെ ജീവിതവും ജീവനും ഒക്കെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് വേറൊന്നും എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ മഹേശ്വരനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ മോഹിനി പറയുന്നത്, നിങ്ങളെന്താ വെള്ളരിക്ക പട്ടണത്തിലാണോ ജീവിക്കുന്നത്, എന്താ വെള്ളരിക്ക പട്ടണമോ, സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാകാൻ പോവാ, സ്വന്തം രക്തത്തില് കുടുംബത്തില് തറവാട്ടില്, എന്നിട്ട് ഒരു ദത്തുപുത്രൻ ഇങ്ങനെ പറയാൻ വന്നതൊന്നും മിഴുങ്ങി അങ്ങ് വിട്ടു കേട്ടോ. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ നന്ദ വന്നത്. അപ്പം നന്ദ വന്നു, ഗൗതം വന്നു. അപ്പം ഗൗതവും നന്ദയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം പറയാണ്, നമ്മുടെ മോനെ ട്രീറ്റ്മെന്റിനെ ഇനി നന്ദ ഇവിടെ കാണുമെന്ന് പറഞ്ഞു. ഇത് കേട്ടത് മോഹിനി അങ്ങ് പൊട്ടിത്തെറിക്കാന്ന്. മോഹിനി പറഞ്ഞു, ആരോട് ചോദിച്ചിട്ട്, എന്തിന്, വേറൊരു പണിയില്ലേ ഗൗതം ഈ പിശാചിനെ വീട്ടിനകത്തേക്ക് കയറ്റാന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കത്തില്ല, എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും വീട്ടിനകത്ത് ഇന്ത്യവരം തറവാട്ടിലെ ബന്ധം കൂടാനാണ് ഇവളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ സമ്മതിക്കില്ല, അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാ. നമ്മുടെ നന്ദ ഇതൊക്കെ കേട്ടിങ്ങനെ സഹിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഏതായാലും പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നന്ദ നിൽക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. ആ കുഞ്ഞിനെയാണ് എല്ലാവരും ഇനിയിപ്പം നോക്കേണ്ടതും പ്രാധാന്യം കൊടുക്കേണ്ടതും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഈ കുഞ്ഞ് വെറും ദത്തുപുത്രനാന്നുള്ള രീതിയിൽ നിന്ന് സംസാരിക്കുന്നത് ഇത് നമ്മുടെ നന്ദ കേൾക്കുന്നുണ്ട്. ഏതായാലും നന്ദയുടെ ഉരുളക്കുപ്പേരി പോലെയുള്ള പണ്ടത്തെ തർക്കുത്തരം നമ്മുടെ മോഹിനി വീണ്ടും കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഈ പറയുന്ന ലക്ഷ്മിക്ക് സഹിതം നമ്മുടെ നന്ദയോട് ദേഷ്യമാണ് ഇനി. അതൊക്കെ ഇനിയിപ്പം ഒരുപാട് സങ്കടപ്പെടുത്തുമായിരിക്കാം നമ്മുടെ നന്ദേനെ അല്ലേ. അപ്പൊ എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.